യാജ്ഞവൽക്യ മഹർഷി ഒരിക്കൽ ഭഗവാൻ ശ്രീകൃഷ്ണനോട് ചോദിച്ചു, അങ്ങയുടെ അഭിപ്രായത്തിൽ യോഗികളിൽ ഏറ്റവും ഉന്നതൻ ആരാണ്? ജനക മഹാരാജാവാണ് ഏറ്റവും വലിയ യോഗി. യാജ്ഞവൽക്യന് ആശ്ചര്യമായി. വസിഷ്ഠനും വിശ്വാമിത്രനും സാന്ദീപനിയും പോലുള്ള ബ്രഹ്മർഷികളും രാജർഷികളുമുള്ളപ്പോൾ ഭഗവാൻ എന്തുകൊണ്ട് ഒരു രാജാവിൻ്റെ പേര് പറയുന്നു? ഒരു രാജാവ് എങ്ങനെ യോഗിയാവും? ജനക മഹാരാജാവ് ഒരു യോഗിയായിരിക്കുന്നത് എങ്ങനെ എന്നറിയാൻ യാജ്ഞവൽക്യൻ തൻ്റെ ശിഷ്യനെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അയച്ചു. രാജസഭയിലെത്തിയ ശിഷ്യൻ കണ്ടത് സഭാവാസികളുടെയും പൊതുജനങ്ങളുടെയും നർത്തകികളുടെയും എല്ലാം ഇടയിൽ ധ്യാന നിമഗ്നനായിരിക്കുന്ന ജനക മഹാരാജാവിനെയാണ്. വെള്ളത്തിനു മുകളിൽ കിടന്നിട്ടും നനഞ്ഞ് നശിക്കാത്ത ഒരു താമര പോലെ രാജദർബാറിലും അദ്ദേഹം യോഗനിദ്രയിലായിരുന്നു. മനസ്സ് അങ്ങേയറ്റം ശാന്തമായിരുന്നു, ഏകാഗ്രചിത്തനായിരുന്നു. സുഖങ്ങളെക്കുറിച്ചോ ദുഃഖങ്ങളെക്കുറിച്ചോ പ്രയാസങ്ങളെക്കുറിച്ചോ ഓർത്ത് ഒരു തരത്തിലുള്ള വേവലാതികളും ഇല്ലാത്ത വ്യക്തിത്വമായിരുന്നു. ആന്തരിക സ്ഥിരത നേടിയ മനസ്സായിരുന്നു അദ്ദേഹത്തിൻ്റേത്. യാജ്ഞവൽക്യൻ്റെ ശിഷ്യൻ ജനക മഹാരാജാവിനോട് ചോദിച്ചു, ഇത്ര വലിയ കാര്യങ്ങൾ നടക്കുന്നതിനിടയ്ക്ക് അങ്ങയ്ക്കെങ്ങനെ യോഗയെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നു? ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിനു മുൻപായി ജനക മഹാരാജാവ് ശിഷ്യനോട് പറഞ്ഞു, എൻ്റെ കൊട്ടാരത്തിലെ മനോഹരമായ കാഴ്ചകൾ കണ്ട് ചുറ്റി സഞ്ചരിച്ചു വരൂ. നിറഞ്ഞു തുളുമ്പുന്ന ഒരു എണ്ണപ്പാത്രം ശിഷ്യൻ്റെ കയ്യിൽ കൊടുത്തിട്ട് മഹാരാജാവ് പറഞ്ഞു, ഒരു തുള്ളി എണ്ണ പോലും താഴെ വീഴാതെ വേണം യാത്ര പൂർത്തിയാക്കുവാൻ. അഥവാ അങ്ങനെ വീണാൽ നിങ്ങളുടെ പിന്നാലെ സഞ്ചരിക്കുന്ന എൻ്റെ ഭടൻ നിങ്ങളുടെ കഴുത്തരിയും. വളരെ കഷ്ടപ്പെട്ട് മണിക്കൂറുകൾക്ക് ശേഷം ശിഷ്യൻ യാത്ര പൂർത്തിയാക്കി തിരിച്ചെത്തിയപ്പോൾ മഹാരാജാവ് പഴയതുപോലെ യോഗനിദ്രയിൽ ശാന്തചിത്തനായി ഇരിക്കുന്നുണ്ടായിരുന്നു. തിരിച്ചെത്തിയ ശിഷ്യനെ കണ്ട് സന്തോഷത്തോടെ രാജാവ് ചോദിച്ചു, വരൂ വരൂ, എങ്ങനെയുണ്ട് എൻ്റെ കൊട്ടാരക്കാഴ്ചകൾ? നിങ്ങൾ ആസ്വദിച്ചുവോ? തൻ്റെ ശ്രദ്ധ മുഴുവൻ എണ്ണപ്പാത്രത്തിലായിരുന്നുവെന്നും കൊട്ടാരമൊന്നും കണ്ടതേയില്ല എന്നും ശിഷ്യൻ മറുപടി പറഞ്ഞു. ഏതു നിമിഷവും ഭഗവാന്റെ വാൾ കഴുത്തിൽ വീഴും എന്ന ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാൻ യോഗയിൽ പ്രവേശിക്കുന്നത്. അടുത്ത ഏതു നിമിഷവും മരണം സംഭവിക്കും എന്ന് ബോധ്യമുള്ള ഒരാൾക്ക് ഈ ഭൗതിക ജീവിതത്തെ മാറി നിന്ന് ഒരു കാഴ്ചക്കാരനെ പോലെ കാണാൻ സാധിക്കും. കടന്നു വരുന്നവയും കടന്നു പോവുന്നവയും ഈശ്വരേച്ഛയാണ്.